ഹലോ ഗൈസ്, ഞങ്ങളിത് രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 6:30 ഇനിയൊരു 3.5 മണിക്കൂർ യാത്രയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മൂന്നാറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, മൂന്നാർ. പെട്ടെന്നൊരു 2 ആഴ്ച കൊണ്ട് പ്ലാൻ ചെയ്യാൻ, പെട്ടെന്നല്ല, 2 ആഴ്ചത്തെ പ്ലാനിങ്ങിൽ ഞങ്ങൾ പോകുന്നതാണ്. നമ്മുടെ ബിഗ് ബോസിനെ കാണേണ്ട. ബിഗ് ബോസ് ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു. ഇപ്പോഴും നല്ല ഉറക്കമാണ്. ഇടയ്ക്ക് കുറച്ച് നേരം എണീറ്റിരുന്ന് വീണ്ടും നല്ല ഉറക്കമാണ്. ഇപ്പൊ നമ്മള് എവിടെ എത്തി? പൊൻകുന്നം മണിമല റോഡ്. നല്ല റോഡാണ് കേട്ടോ. നല്ല നല്ല അറ്റ്മോസ്ഫിയർ. ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല മഞ്ഞാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നമുക്കൊരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. അതും കൂടെ ആകുമ്പോൾ മൂന്നാർ ടൗണിലെത്തും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ PWD റെസ്റ്റ് ഹൗസൊക്കെ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വലിയ റംബൂട്ടാൻ മരമൊക്കെ നിൽക്കുന്നുണ്ട്. നിറയെ റംബൂട്ടാനൊക്കെ ആയിട്ട് എല്ലാം മലയൊക്കെ നെറ്റൊക്കെ ഇട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ റംബൂട്ടാൻ മരം കണ്ടോ? നല്ല റോഡാണ്. ഇതുവഴി പോകുമ്പോൾ നല്ല റോഡാണ്. അത്യാവശ്യം നല്ല വളവും തിരിവുള്ള റോഡാണ്. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷെ റോഡ് നല്ലതായതുകൊണ്ട് പ്രശ്നമില്ല. യാത്രാസുഖം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മഞ്ഞല്ലേ. നമ്മൾ വരുന്ന വഴിക്കൊരു ചായ കുടിച്ചതേ ഉള്ളൂ. ഇനി കാപ്പി കുടിക്കണം. വിശപ്പൊക്കെ തുടങ്ങി. സാധാരണ കാപ്പി കുടിക്കുന്ന സമയമായില്ല, പക്ഷെ ഇന്നിപ്പോൾ നേരത്തെ എണീറ്റുകൊണ്ടായിരിക്കും ചെറിയ വിശപ്പൊക്കെ ഉണ്ട്. വിശപ്പില്ലേക്കാ? നല്ല വിശപ്പുണ്ട്. ഇനി എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട്, സ്നാക്സ് ഐറ്റംസ്. എന്നാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കണം. നമ്മുടെ ബോസ് എണീറ്റാലേ എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റും. ബോസ് നല്ല ഉറക്കമാണ്. നമ്മളിപ്പോൾ പാലാ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി പാലാ മൂവാറ്റുപുഴ ആ റൂട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 3.5 മണിക്കൂർ ഇനി കാണിക്കുന്നുണ്ട്. അതിലും കൂടുതൽ ടൈം എടുക്കും. ഇനിയിപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അത്യാവശ്യം ബ്ലോക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങും. അതിന് മുന്നേ മാക്സിമം എത്താനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അല്പം ലേറ്റായി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എത്താനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 1/2 hour എന്തായാലും പോകും. നമ്മുടെ മോള് ആദ്യമായിട്ടാണ് മൂന്നാറിൽ പോകുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഒരിക്കൽ പോയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പോകുന്നത്. ഇപ്പോൾ മോളുടെ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ യാത്ര. അവൾക്ക് തണുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചൂട് ഇഷ്ടമല്ല. ചൂട് അവൾ കംഫർട്ടബിൾ അല്ല. പക്ഷേ തണുപ്പ് ഓക്കെയാണ്. ചെറിയ തണുപ്പൊക്കെ സഹിക്കാൻ റെഡിയാണ്. മോൾ എണീറ്റിട്ടുണ്ട്. ചേച്ചി ഫുഡൊക്കെ കഴിച്ചാൽ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ്. അപ്പു ചുപ്പു കാണിച്ചേ, ഹൈഫൈ കാണിച്ചേ, ക്ലാപ്പ് ചെയ്തേ. ഹൈഫൈ. ഓക്കെ ഹൈഫൈ കാണിച്ചു. ഇനി വേറെ എന്തെങ്കിലും കാണിക്കോ? ഒരു കാണിച്ചു. ഗുഡ് ഗേൾ. ഹൈഫൈ. ഹൈഫൈ. ക്ലാപ്പ് ചെയ്യോ? ക്ലാപ്പ് ചെയ്യത്തില്ല. ഓ നമ്മൾ എങ്ങോട്ടാ നെഹു പോകുന്നേ? നമ്മള് മൂന്നാറാണ്. ക്ലാപ്പ് ചെയ്തു. നെഹുമോള് ക്ലാപ്പ് ചെയ്തു. ഇനി അപ്പ ഹൈഫൈ. അപ്പ വണ്ടി ഓടിച്ചില്ല. അപ്പ എങ്ങനെ ഹൈഫൈ പറയും? ഹൈഫൈ. അപ്പ ഹൈഫൈ കിട്ടിയല്ലോ. അപ്പക്ക് ചുമയാണോ അപ്പ? അപ്പൊ വീണ്ടും നെഹുമോള് ഹൈഫൈ പറയുന്നു. മതി. അപ്പൊ വണ്ടി ഓടിക്കട്ടെ. നെഹു നമ്മളെങ്ങോട്ടാ നെഹു പോകുന്നത്? മൂന്നാറാണോ പോകുന്നത്? നെഹു മൂന്നാർ പോയിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ മൂന്നാർ പോകുന്നത്? തണുപ്പ് ഇഷ്ടമാണോ? മഞ്ഞ് ഇഷ്ടമാണോ? അവയ്ക്ക് കരയോ? ഇപ്പോഴേ കരയുവാണോ?
അതാരാ ബാക്കിൽ? ആരാ? നിൽക്കുന്നത് PWD റെസ്റ്റ് ഹൗസിലാണ്. ഇപ്പോൾ അവിടെ ഒന്നൊന്ന് ഫ്രഷപ്പൊക്കെ ആയി അപ്പോൾ ഒന്ന് കറങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. നല്ല വ്യൂ ആട്ടോ അവിടെ, മലയൊക്കെ ഉണ്ട്. ഇവിടെ റൂം ബുക്ക് ചെയ്യാൻ 600 രൂപയായത്. നല്ല റൂം, ഡബിൾ റൂം കാര്യങ്ങളൊക്കെയാണ്. 600 രൂപ. അത് ഓൺലൈൻ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. നല്ല വ്യൂ ആണ്. ബാക്കിൽ കണ്ടില്ലേ, നല്ല കോടയൊക്കെ കാണിട്ട് നല്ല അടിപൊളിയാണ്.
നമ്മുടെ പൊന്നുമോള് എവിടെ? നൈഹുമോള് എവിടെ? ചിരിച്ച് ചിരിച്ച്. അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് ഗ്യാപ്രോ. ഗ്യാപ്രോ. അത് കഴിഞ്ഞിട്ട് ആ സമയം ഉണ്ടെങ്കിൽ നമുക്ക് മറയൂർ കൂടെ പോകാം. മറയൂർ ശർക്കര ഫാക്ടറി അങ്ങോട്ട് പോകാം. ഗ്യാപ്രോടെ ഒന്ന് പോയിട്ട് വരാം. 1 മണിയായി, നോക്കാം. ഇവിടെ നിന്ന് മറയൂർ പോവുകയാണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. 42 കിലോമീറ്ററാണ്. ഫസ്റ്റ് ഗ്യാപ്പ് റോഡ് നമ്മൾ അടുത്ത് 1.5 മണിക്കൂറിനകത്ത് എത്തും. അപ്പോൾ ഗ്യാപ്പ് റോഡ് പോയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. Here comes the beauty of Gap Road. സൂപ്പർ അല്ലേ? നൈഹു ഇതൊക്കെ കാണുന്നുണ്ടോ? കൊണ്ടുവച്ചാൽ ചോറ് ഇവിടെ എവിടെയാണ് നമ്മളല്ലേ ഇതുപോലത്തെ? ഇവിടെയാണ് ഒരു ഈ തുടങ്ങണ ഗ്യാപ്പ് വണ്ടി കൂടമഞ്ഞിലോ വരെ ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് ഇപ്പോഴെല്ലാം മുമ്പ് ഒരുക്കം വന്നപ്പോൾ 2 വർഷത്തിന് മുമ്പ് വന്നപ്പോൾ അടിപൊളി തണുപ്പാണ്. തണുപ്പുണ്ടോ? ഭയങ്കര തണുപ്പ്. ഞാൻ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തായിരുന്നു, എല്ലാം എടുത്ത് കളഞ്ഞിട്ടിരിക്കുകയാണ്. ആ ഉമ്മ വെച്ച് തൊപ്പിയെല്ലാം എടുത്ത് കളഞ്ഞത്. ഷൂസ് ഊരി കളഞ്ഞല്ലോ. ചായ ഭയങ്കര തണുപ്പല്ലേ.
പോകുന്നത് മറയൂർ ശർക്കര ഫാക്ടറി, പിന്നെ ഇവിടെ ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക്. ഓക്കെ, പോകുന്ന വഴിയൊക്കെ കണ്ടത് സൂപ്പറാണ്. ഞാൻ ഒരുപാട് ബേർഡ്സിനെ കണ്ടു വരുന്ന വഴിക്ക്. ഹമ്മിങ് ബേർഡ്, പിന്നെ ബുൾബുൾ, അങ്ങനെ ഒരുപാട് ബേർഡ്സിനെ കണ്ടു. മോൾ ഉറങ്ങി തുടങ്ങി, കണ്ടില്ലേ, സുഖമായിട്ട് ഉറങ്ങുകയാണ്. രാവിലെ മുതൽ വണ്ടി ഓടിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പകുതി ഡ്രൈവ് ചെയ്യാം, പറ്റൂ, സ്വന്തമായിട്ട് ഓടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചോണ്ടിരിക്കും.